പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയുടെ സുപ്രസിദ്ധമായ ഒരു കഥയുണ്ട്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്. ഒരിക്കൽ ഒരിടത്ത് ഒരു ജന്മി ഉണ്ടായിരുന്നു. കണ്ണെത്താത്തത്ര സ്വത്ത് ആ മനുഷ്യനുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ ആ ഭൂപ്രദേശം മുഴുവൻ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ജന്മിയായ അദ്ദേഹത്തിന് ധാരാളം കുടിയാന്മാരുണ്ടായിരുന്നു. ദയാലുവായ ആ മനുഷ്യൻ തൻ്റെ കുടിയാന്മാരോടും ഭൃത്യന്മാരോടും സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. എന്നിരുന്നാലും അതിലെ ഒരു കുടിയാൻ്റെ മുഖത്ത് എന്നും വിഷാദം നിഴലിച്ചിരുന്നു. അതിനുള്ള കാരണം തനിക്ക് ദാനമായി കിട്ടിയ സ്വത്ത് കുറഞ്ഞുപോയി എന്നതാണ്. തനിക്ക് കുറച്ചുകൂടി സ്വത്ത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് അയാൾ വിചാരിച്ചു. തൻ്റെ ഈ ആഗ്രഹം ഒരു ദിവസം അയാൾ ജന്മിയുടെ മുമ്പിൽ ഉണർത്തിച്ചു. ആ കുടിയാനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ജന്മി ഇങ്ങനെ പറഞ്ഞു: എൻ്റെ നോക്കിയാൽ തീരാത്ത ഈ സ്വത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ എടുത്തുകൊള്ളുക. നാളെ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെ നീ നടക്കുക. സൂര്യാസ്തമയ സമയത്ത് നീ എവിടെ ചെന്ന് ചേർന്നുവോ അത്രയും ഭൂമി നിന്റേതായിരിക്കും. തനിക്ക് ലഭിക്കാൻ പോകുന്ന സ്വത്തിൻ്റെ കാര്യമോർത്ത് അന്ന് രാത്രി അയാൾ ഉറങ്ങിയതേയില്ല. അതിരാവിലെ ജന്മിയുടെ അടുത്തെത്തിയ ആ കുടിയാൻ സൂര്യോദയത്തിൽ തൻ്റെ ജന്മിയുടെ അനുവാദത്തോടെ നടത്തം തുടങ്ങി. ഹായ്, എത്ര സുന്ദരമായ സ്ഥലങ്ങൾ! മലകളും പുഴകളും കുന്നുകളും നിറഞ്ഞ സുന്ദരമായ സ്ഥലങ്ങൾ. ഇതെല്ലാം തൻ്റേതാകുമല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി. കൂടുതൽ ഫലഭൂഷ്ടിയുള്ള സ്ഥലങ്ങൾ നോക്കി അയാൾ ദിക്കുകൾ മാറി നടന്നു. കുറച്ചുകൂടി നടത്തത്തിന് വേഗത കൂട്ടിയാൽ കൂടുതൽ ഭൂമി കൈക്കലാക്കാമെന്ന് അയാൾ മോഹിച്ചു. അയാളുടെ നടത്തം പിന്നീട് ഓട്ടമായി മാറി. കുറച്ചുകൂടി എന്ന മോഹം അയാളെ സകലതും മറന്ന് ഓടുവാൻ പ്രേരിപ്പിച്ചു. നട്ടുച്ചയ്ക്ക് സൂര്യൻ തൻ്റെ ശക്തി മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് അയാളുടെ നെറുകയുടെ മുകളിൽ വന്നു നിന്നു. വിശപ്പും ദാഹവും അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. വിശ്രമിക്കുവാൻ സമയമില്ല. ഈ നല്ല സമയം കളഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല. അയാൾ നിർത്താതെ തൻ്റെ ഓട്ടം തുടർന്നു. ശരീരം വിറച്ചു തുടങ്ങി. കാലുകൾ പൊട്ടി ചോര പൊടിഞ്ഞു തുടങ്ങി. കുറച്ചുകൂടി എന്ന ലക്ഷ്യത്തിന് വേണ്ടി അയാൾ അതെല്ലാം മറന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേവലാതി പിടിച്ചോടുന്നത്? നിങ്ങൾ തളർന്നു വീഴും. വരൂ, വിശ്രമിക്കൂ. നിങ്ങൾക്ക് ദാഹം തീർക്കാനായി വെള്ളവും സ്വൽപ്പം ഭക്ഷണവും ഞാൻ നൽകാം. വഴിയോരത്തെ ആ സ്ത്രീ അയാളോട് പറഞ്ഞു. സൂര്യനതാ പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് ചരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇല്ല, ഈ അവസരം പാഴാക്കിയാൽ അതൊരിക്കലും തിരിച്ചു കിട്ടിയില്ല. ഒരു നിമിഷം പോലും നിൽക്കാൻ സമയമില്ല. എൻ്റെ ഈ വേവലാതി പിടിച്ചുള്ള ഓട്ടത്തിൻ്റെ രഹസ്യം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിപൂർവ്വം ആ സ്ത്രീയുടെ ക്ഷണം തിരസ്കരിച്ചുകൊണ്ട് അയാൾ സകലതും മറന്ന് വീണ്ടും ഓടി. സൂര്യാസ്തമയത്തിനു മുമ്പ് അങ്ങ് ദൂരെ കാണുന്ന ആ വിളഞ്ഞു നിൽക്കുന്ന ആ പാടവും കൂടി കൈക്കലാക്കണം. തല കറങ്ങുന്നു, കണ്ണുകൾ മുകളിലേക്ക് മറിയുന്നു. വയ്യ. എങ്കിലും അയാൾ സകലതും മറന്നുകൊണ്ടോടി. സൂര്യൻ അസ്തമിച്ചതും അയാൾ ആ പാടം ഓടിത്തീർത്ത് നിലത്ത് വീണതും ഒപ്പം. സൂര്യാസ്തമ സമയത്ത് തൻ്റെ കുടിയാനെ തേടി കുതിരപ്പുറത്ത് വന്ന ജന്മിയും ഭൃത്യന്മാരും പാടത്തിൻ്റെ അതിർത്തി വരമ്പത്ത് മരിച്ചു കിടക്കുന്ന കുടിയാനെയാണ് കണ്ടത്. വാക്ക് പറഞ്ഞതുപോലെ ആ ജന്മി തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, അവന് അർഹതപ്പെട്ട ഭൂമി കൊടുക്കുക. അവർ അവന് വേണ്ട ഭൂമി അളന്നതിന് ശേഷം ജന്മിയോട് പറഞ്ഞു, യജമാനനെ 6 അടി മണ്ണ്.